നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ പരോക്ഷമായി വിമർശിച്ച് മുൻ മന്ത്രി ആന്റണി രാജു. ബസിന്റെ ഉദ്ഘാടനം തന്നെ അറിയിക്കാതെ നടത്താനുള്ള ശ്രമത്തിലും ആന്റണി രാജു അതൃപ്തി പ്രകടിപ്പിച്ചു. ജനുവരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ ബസ് എന്തിനാണ് ഇത്രയും വെച്ച് താമസിപ്പിച്ചതെന്ന് അറിയില്ലെന്നും ആന്റണി രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി 100 കോടി ഉപയോഗിച്ച് 103 ഇലക്ട്രിക് ബസ്സുകളും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത്. ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ഡബിൾ ഡെക്കർ എത്തി. രണ്ടാമത്തെ ആഴ്ച തന്നെ അടുത്ത ബസ്സും എത്തി. യാഥാർത്ഥ്യത്തിൽ ജനുവരിയിൽ തന്നെ ഓടിത്തുടങ്ങേണ്ടതായിരുന്നു. വണ്ടികൾ ഒരു മാസമായി വെറുതെ കിടക്കുകയാണ്. ഇതുവഴി വെറുതെ പോയപ്പോഴാണ് 2 ബസ്സുകളും ഉദ്ഘാടനത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ടത്. എന്നോട് ബന്ധപ്പെട്ടവർ പറഞ്ഞത് പുത്തിരിക്കണ്ടത്ത് നായനാർ പാർക്കിലാണ് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുക എന്നായിരുന്നു. എന്നാൽ ഇവിടെ വെച്ചാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും ആന്റണി രാജു പറഞ്ഞു. പുത്തിരിക്കണ്ടത്തിന് പകരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടന്നത്. ആന്റണി രാജുവിന്റെ മണ്ഡലത്തിന് പുറത്താണ് പരിപാടി എന്നതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്നാണ് സൂചന.